ഞാനെടുത്ത 2 പുസ്തകങ്ങൾ റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ലൈബ്രറിയിലേക്ക് പോവാണിന്ന്. പിള്ളേരെയും കൂട്ടിയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഞങ്ങൾ പള്ളിയൊക്കെ കണ്ടപ്പോൾ അവിടെ കയറി ഒന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങളിതാ കുളം വരെ എത്തി. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് പോകുന്ന വഴിക്കുള്ളൊരു കുളമാണത്. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒരു ചേട്ടനിരുന്ന് മീൻ പിടിക്കുമായിരുന്നു. അപ്പോൾ കൗതുകത്തിന് കുറച്ച് നേരം ഞങ്ങളത് കണ്ടൊക്കെ നിന്നു. ചേട്ടൻ പറഞ്ഞ മീനുകളൊന്നും കിട്ടുന്നില്ല, പരൽ മീനാണ് കൂടുതലും ഉള്ളത്. ഗാവിക്കും ദച്ചുവിനും അവിടെ നിന്ന് പോരാൻ തോന്നുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ ഇവർ നിൽക്കുന്നത് കണ്ടപ്പോൾ കൂടുതൽ ആവേശത്തിൽ അവർക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ചേട്ടനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പയ്യെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ കുറച്ച് ചെടികളൊക്കെ നിൽക്കുന്നത് കണ്ട്. അപ്പോൾ ദച്ചുവിന് പൂ വേണമെന്ന് പറയുമ്പോൾ ഞാനൊരു പൂ പൊട്ടിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ലൈബ്രറിയിലെത്തി. ഇതാണ് ഞങ്ങളുടെ ലൈബ്രറി, കണയന്നൂർ ലൈബ്രറി. അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ നല്ല കളക്ഷനുള്ള ഒരു ലൈബ്രറിയാണ്. ഞങ്ങൾ ബുക്ക് റിട്ടേൺ ചെയ്തു. പുസ്തകങ്ങൾ മാത്രമല്ല, എപ്പോഴും സാഹിത്യ ചർച്ചകളും സംവാദങ്ങളും അതുപോലെ പുസ്തക പ്രകാശനങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര സജീവമായിട്ടുള്ളൊരു സ്ഥാപനം കൂടിയാണിത്. ഈ 2 പുസ്തകങ്ങളാണ് ഞാൻ എടുത്തത്. മാധവിക്കുട്ടിയുടെ പാട്ടിൻ്റെ ഉലച്ചിലും ഹരീഷിൻ്റെ ആദം എന്ന് പറഞ്ഞ പുസ്തകമാണ് എടുത്തത്. പകുതി വഴിയിൽ വെച്ചിട്ട് ഞങ്ങൾ ചേട്ടനെ കണ്ടു. ഓഫീസ് വിട്ട് ചേട്ടൻ തിരിച്ചു വരികയായിരുന്നു. അവർ ബൈക്കിലും ഞാൻ നടന്നും വീട്ടിലേക്ക് മടങ്ങി.